ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ അത് എന്തായാലും പോയി കണ്ടിട്ട് പോയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നെല്ല് തിളപ്പിച്ച് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടിരുന്നതാണ്. നമുക്കിനി പുഴുങ്ങാനായിട്ട് തുടങ്ങാം. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. പുഴുങ്ങാനായിട്ട് ആദ്യം തന്നെ ഇതിലെ വെള്ളം മുഴുവൻ കോരിക്കളയുകയാണ്. ചെമ്മിൻ്റെ അടിയിൽ ഒരു കാൽ ഭാഗം മാത്രം വെള്ളം നിർത്തിയാൽ മതിയാവും. ബാക്കി വെള്ളം മുഴുവൻ വാരിക്കളഞ്ഞതിന് ശേഷം നെല്ല് ഒരു കൂന കൂട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഇന്നലെ കാണിച്ച പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ അടിയിൽ തീ കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ ഈക്വലായിട്ട് എല്ലായിടത്തും തീ കത്തണം. തീ കത്തിയ ശേഷം ഇതേപോലെ ഈക്വലായിട്ട് എല്ലായിടത്തു നിന്നും ആവി വന്നു തുടങ്ങണം. ആവി വന്നു തുടങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് കാണാം. അതായത് നമ്മുടെ നെല്ലെല്ലാം ഒന്ന് പൊട്ടി വരും. അപ്പോൾ അതുവരെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്ലെയിം നമ്മൾ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ഈ ഫ്ലെയിം കാണിച്ചു തരാം. ഇത് കണ്ടാൽ ഈക്വലായിട്ട് നന്നായിട്ട് ചിരട്ടയും നമ്മുടെ ചകിരി അതേപോലെ ചൂട്ട് എല്ലാം വെച്ച് വേണം കത്തിക്കാൻ. വിറക് മാത്രം വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഈ ഒരു ഈക്വൽ ഫ്ലെയിം കിട്ടുമെന്ന്. ഇങ്ങനെ നന്നായിട്ട് കത്തിക്കുക. നന്നായിട്ട് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും മേളിൽ നെല്ല് കുറച്ച് കോരി എടുക്കുക. കോരി എടുത്തിട്ട് നോക്കുമ്പോൾ ഇതേപോലെ നെല്ല് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഏകദേശം കുറേയൊക്കെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. നെല്ലിൻ്റെ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യരുത്. ചൂടാറി കഴിഞ്ഞാൽ അടിയിലുള്ള നെല്ലെല്ലാം വെന്ത് പോകും. അതുകൊണ്ട് തന്നെ ചൂടോടുകൂടി നമുക്കിതിനെ ഉണക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്യാം. ചൂടോടുകൂടി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് പടുതയിലേക്ക് കുടഞ്ഞിടാം. മേളിലുള്ള നെല്ല് സെപ്പറേറ്റും അടിയിൽ വെള്ളം പറ്റിയ നെല്ല് സെപ്പറേറ്റും അങ്ങനെ രണ്ടും രണ്ടായിട്ട് വേണം ഇടാൻ. ആദ്യത്തെ ഉണക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണക്കിയ ശേഷം നമുക്ക് ഒരുമിച്ചിട്ട് ഉണക്കാം. ആദ്യത്തെ ഉണക്കുമ്പം ഈ നല്ല ചൂട് കാരണം നമുക്കൊരു തൂമ്പയോ അല്ലെങ്കിൽ ഡിത്തേറ്റി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവും. അത് വെച്ച് ജസ്റ്റ് ഒന്ന് നിരത്തിയിടാം. ആ വെള്ളം ഒന്ന് വലിഞ്ഞ് ആ ചൂടൊക്കെ ഒന്ന് വിടുന്നവരെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കൂടെ നിരത്തിയിടാം. എന്നതിന് ശേഷം നമുക്ക് ഈ ചാക്ക് രണ്ടും വലിച്ചു കൂട്ടി രണ്ടിനും ഒരുമിച്ചാക്കാം. രണ്ടും കൂടെ ഒരുമിച്ചാക്കിയ ശേഷം പിന്നെ ഒന്നുകൂടെ ചിക്കി നല്ല വൃത്തിയായിട്ടിടാം. നിങ്ങൾക്കിത് എത്ര കനം കുറച്ച് ചിക്കാവോ അത്രയും കനം കുറച്ച് ചിക്കുക. ഡെയിലി ഒരു 4 തവണ ചിക്കണം. ഇതിൻ്റെ ആദ്യത്തെ പരുവെന്ന് പറയുന്നത് അവൽ പരുവാണ്. അതായത് ആദ്യത്തെ ദിവസം ഉണങ്ങുമ്പോൾ ഇത് വായിലിട്ട് കടിച്ചു നോക്കുമ്പോൾ അവൽ പോലെ ഒന്ന് പതിഞ്ഞു വരണം. എന്നതിന് ശേഷം ഇതിനെ പിന്നെ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം അതിനെ വീണ്ടും ഒരു ഉച്ച വരെ ഉണക്കും. അപ്പോഴത്തേന് ഇത് വായിലിട്ട് കടിച്ചാൽ പൊട്ടുന്ന പരുവായിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഉണക്കം. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 3 മണി വരെ ഉണക്കിയ ശേഷം കെട്ടി ചാക്കിനകത്താക്കി ഒരാഴ്ച വെച്ചതിന് ശേഷം കുത്തിച്ചാൽ മതിയാവും. അപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഉണക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് പ്രധാനമായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ഉണക്കി കുത്തിച്ച അരി. ഇതാണ് നമ്മുടെ റെഡ് റൈസ് കേട്ടോ. തീരെ പൊടിഞ്ഞിട്ടൊന്നുമില്ല. ഒട്ടും തവിട് കളയാത്ത റെഡ് റൈസ് ആണ്. ഇതിപ്പോൾ നമുക്കൊരു 30 കിലോയോളം ഓർഡർ ഉണ്ട്. അതിന് വേണ്ടി കുത്തിച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ തവിട് കളഞ്ഞ അരി. ഇതും അവരൊരു 15 കിലോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള അരികൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതിയാവും.